No. ഒരു മണിക്ക് ബോഡിക്ക് 70 റുപ്യ. നോ നോ കാലിന് 55 റുപ്യ. നോ. അപ്പോൾ നമ്മുടെ മലേഷ്യയിലെ ഫൈനൽ ഡേ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 12 മണിക്ക് ഇവിടുത്തെ ചെക്കൗട്ട് ചെയ്ത് പോകണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ചെക്കൗട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നത്തെ പോലെ കുറേ ബ്രെഡ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ ചൈന സ്ട്രീറ്റിലേക്കായിട്ട് പോകുന്നത്. ഇവിടെ കുറേ അധികം ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. ചൈനക്കാരുടെ എല്ലാ ഇതിലും റെഡ് ഇതുണ്ടാവും. അവരുടെ എന്താ പറയുക, ഒരു ഐതിഹ്യത്തിൽ റെഡ് ആണ് അവർക്ക് ഏറ്റവും ഫേവറേറ്റോ അതോ നല്ലതെന്നൊക്കെ പറയൂലേ, അതാണ് ഈ റെഡ് കളർ. അതുകൊണ്ട് എല്ലായിടത്തും റെഡ് കളർ ഉണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. രാത്രിയിൽ വന്ന സമയത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ആക്ച്വലി വിട്ടുപോയി. ആസ്വദിച്ച് നടന്നതിനെ കൊണ്ട് വീഡിയോ എടുത്തില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് ഓപ്പണായി വരുന്നേ ഉള്ളൂ ഷോപ്പുകളൊക്കെ. 1 for 50. Oh my god. ഇവിടെ ബൈ 2 get 1 free. കുറേ പെർഫ്യൂമും ടോയ്സും സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതൊക്കെ രാവിലെ ഇതൊക്കെ ഓപ്പൺ ആട്ടോ. ഇവിടെ കുമ്പിളപ്പം പോലത്തെ ഒരു അപ്പം അവരുണ്ടാക്കുന്നുണ്ട്. കുറേ കടകൾ തുറന്നിട്ടുണ്ട്, കുറേയൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ട്, നല്ല വെയിലും ഉണ്ട്. എല്ലാം വാക്കി ടോക്കിയൊക്കെ ഇവിടെ കിട്ടും. വാക്കി ടോക്കിയൊക്കെ നോക്ക്. അവിടെ എന്തോ അമ്മച്ചെന്തോ അപ്പം ചുടുന്നുണ്ട്, ദോശ. പിന്നെ എല്ലായിടത്തും ഈ മിനി ഫാൻ ഉണ്ട് കേട്ടോ. ഇതിവിടെ അത്യാവശ്യമാണ്, നല്ല ചൂടാണ്. അവിടെയൊക്കെ ഫുഡിന്റെ കൗണ്ടറൊക്കെ തുറന്നിട്ടുണ്ട്. ബന്നി ഇതുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നുമല്ല, കവറിലിട്ടിട്ട് അതിനൊരു വള്ളിയും കെട്ടി കൊടുക്കും, എന്നിട്ട് സ്ട്രോയും കൊടുക്കും. കൈ തൂക്കി ഇങ്ങനെ നടക്കും എല്ലാവരും. ഞാനിവിടെ വന്നിട്ട് എനിക്ക് ദുരിയൻ ഫ്രൂട്ട് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവരൊക്കെ ആർക്കും അതിന്റെ മണവും ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങി തിന്ന് നോക്കി, അതും വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിത്തതാണ്. ഇത് ശരിക്കും ആ ഫ്രൂട്ടിന്റെ അതേ മണം കേട്ടോ. ഈ മണം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഇതിന്റെ ഫ്ലേവർ ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. ഇത് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നിട്ട് റൂമിൽ പോയിട്ട് റൂം ഫുള്ളിന്റെ മണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊന്നും ഈ ഫ്രൂട്ട് കയറ്റാനൊന്നും സമ്മതിക്കില്ല. റെസ്റ്റോറൻറ്റിലല്ല, സോറി, ഹോട്ടലിൽ. ഇത് കിടക്കുന്നത് രാവിലെ തന്നെ കൊക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ 3 ദിവസം അല്ലെ 4 ദിവസം കഴിഞ്ഞ് നമ്മളെ റൂം വിട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ 11:50 അപ്പോൾ ഇനി പോകാം. സങ്കടം ഉണ്ട്, എന്നാലും പോവാം. നമ്മൾ 4 ദിവസം താമസിച്ച ഹോട്ടൽ എൻകാസ ഹോട്ടൽ, കോലാലംപൂർ. ഇത് സിറ്റീൻ്റെ തൊട്ട് സെൻറ്ററിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ എല്ലാം പ്രത്യേകം പെട്ടെന്ന് ആക്സസ് ഉണ്ട്. എല്ലാവരും പെട്ടിക്ക് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലം കൂടെ കണ്ടിട്ട് നമ്മൾ പോലീസ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇവിടെ മുന്നിൽ തന്നെ ഒരു ഫ്ലൈറ്റ്. ഇത് ഇനി എന്ത് പറയാപ്പൂ, അല്ല പേരൊന്നുമില്ല പ്രത്യേകിച്ച്. പണ്ടത്തെ ഒരു വിമാനത്തിന്റെ ഒരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ വിമാനം തന്നെയാണ് അത്. നമ്മൾ മലേഷ്യയിലുള്ള പോലീസ് മ്യൂസിയത്തിലാണ് കേട്ടോ. എങ്ങനെയാണ് ഇവിടെ ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള വെച്ചാൽ, അല്ല കാണാനുണ്ടെന്ന് വെച്ചാൽ പഴയ പോലീസുകാരുടെ യൂണിഫോമും അവരുടെ ആയുധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും, മലേഷ്യയിൽ ഇപ്പം എങ്ങനെയാണ് പോലീസ് സിസ്റ്റം എന്നും അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു വലിയൊരു പ്ലെയിൻ ഉണ്ട്, പോലീസുകാരുടെ പ്ലെയിൻ. ഒറിജിനൽ ആണ് കേട്ടോ ഇത് പഴയ പോലീസുകാരുടെ കാറാണ് കേട്ടോ. ഇപ്പൊ പഴയ തൊട്ടിട്ട് ഇപ്പം വരെ ഉള്ളതാന്ന് തോന്നുന്നു. പഴയ ബെൻസ് ഒക്കെ ആയിരുന്നു അവരുടെ പോലീസ് വാഹനം. അപ്പം പുതിയ പുതിയ കാറിലേക്ക് മാറി ഇതുവരെ ഉണ്ട്. ഇപ്പൊ ഹോണ്ടന്റെ കാറാണ് ഉപയോഗിക്കുന്നത്. പോലീസ് ട്രക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
ഇപ്പൊ ഉള്ളതും പഴയതുള്ളതും ഇവിടെ അവര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണം. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കയറാം. ആ വാവ്, പീരങ്കിയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. പോലീസ് എന്തപ്പോ അത് കഥ? ഓരോ ഇത് നിറച്ചങ്ങ് അടിക്കട്ടെ. സാധനങ്ങള് പിന്നെ ഇവിടെ എന്തോ ഫുള്ള് നെറ്റ് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഇതൊക്കെ ഓരോരോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നു. largest bird park Kerala. ആ ബേർഡ് പാർക്ക്. So without cage one. அதனால just வந்து net மட்டும் தான் வச்சிருப்பாங்க. So bird வந்து ஃப்ரீயா தான் சுத்தலாம். ആ ഓക്കെ ഓക്കെ. പിന്നെ പറങ്ങം വന്ന് തിന്നു അല്ലെങ്കിൽ കിളികൾക്കൊന്നും ഉണ്ടാവില്ല. ഇത് മലേഷ്യൻ ബേർഡ് പാർക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതില് ഫുൾ നെറ്റ് ഇട്ട് വെച്ചിരിക്കുക, കിളികൾ പറന്നു പോവാതിരിക്കാനും പിന്നെ പുറത്തുനിന്ന് വേറൊരു ആനിമൽ വരാതിരിക്കാനും വേണ്ടി. ഇവിടെ കൊറേ മങ്കീസ് ഒക്കെ ഉണ്ട്. മയിലൊക്കെ നടക്കുന്നു. കോഴിയാ അത്? ആ അതാ മയില്, അതാ മയില് നടക്കുന്നു. ഇതിലുള്ളിലൊക്കെ കേറാട്ടോ. അല്ല കേറാൻ പറ്റൂല കേട്ടോ. ഇതിലെങ്ങനെ ഇരിക്കുക? സീറ്റ് നോക്ക്. എന്തായാലും നമുക്ക് പക്ഷെ അവര് പൈസ കൊടുക്കണം നമ്മള് എക്സ്ട്രാ. അയ്യോ കരിഞ്ഞു പോന്നേ. നമ്മുടെ നാട്ടിലിപ്പോ ജൂണിൽ പെരുമഴയാണ്. ഇവിടെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ഇടയ്ക്ക് ഇന്നലെ വൈകുന്നേരം ഒക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മഴയില്ല, പൊരിഞ്ഞ വെയിലാണ്. അതാ ഇവിടെ ഒരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോലീസുകാരുടെ ബോട്ടുകളൊക്കെ ആയിരുന്നു. ഒക്കെ ഇവിടെ ഡെമോ ചെയ്തിട്ടുണ്ട്. കാറിനൊക്കെ ഇവര് ഉപയോഗിച്ച സാധനം വെഹിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ടയറിന്റെ സൈസ് ഒക്കെ ഇതാ, എന്റെ അത്രയും സൈസ് ഉണ്ട്. ഇന്റെ അത്രയും ഉണ്ട് സൈസ് ടയറിന്. അമ്മോ ഇതൊക്കെ എന്ത് രസം. കണ്ണട ഊരിക്കോ, അതിന്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കും. ആ ഇപ്പൊ കാണുന്നുണ്ട്. ആ അതിന്റെ ഉള്ളിലൊക്കെ നോക്ക്. ഉമ്മ മേലൊക്കെ പക്ഷികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. വലയിൽ പൊട്ടിച്ചു വന്നതാണോന്ന് അറിയത്തില്ല. ഉള്ളിലുള്ളതിന് പുറത്തെങ്ങനെ വന്നോന്ന് അറിയില്ല. ആ ചെലപ്പം ഉള്ളിലുള്ള സൗണ്ട് കേട്ടിട്ട് പുറത്തുള്ളത് വന്നായിരിക്കും. ആ അതാ പീരങ്കി ടക്ക് 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 എന്ന് പറഞ്ഞിട്ട്. റോക്കി ബായിന്റെ സ്ഥലമാണല്ലോ കലാഷ് നിക്കോ. ഇവിടെയുള്ള സാധനം നീക്കിക്കാലി. അല്ല ബോട്ട് ബാപ്പു ആയില്ലൊന്നും കയറിയിരുന്ന ഒരു ഫോട്ടോ എടുത്തോക്കാല്ലേ. പേർക്ക് പോലീസുകാരന്മാരാ വരുന്നേ. ഹോണൊന്നുമില്ല. ആ ഇവിടെ ഇനി ഹോണ് അതൊന്നും അടിയില്ല. അത് കൊള്ളാം. ഫുള്ള് ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ ഇവിടെ. വെറൈറ്റി വണ്ടികള്, പിന്നെ ആ പീരങ്കികള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മലേഷ്യൻ പോലീസിന്റെ ലോഗോ ആണേ. ഇത് പഴയതാണോ ഇപ്പത്തെ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവരുടെ പഴയ പോലീസുകാരുടെ യൂണിഫോമുകള്, പഴയത് തൊട്ടിട്ട് പുതിയത് വരെയുള്ള യൂണിഫോമുകളാ. പഴയത് ഇങ്ങനെ ഇന്നുപോലെ എന്താ പഴയത് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അവരുടെ ഷീൽഡും ഉണ്ട് കേട്ടോ. അവരുടെ ലോഗോ, ഷീൽഡ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രൗസർ നമ്മളെ നാട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? കാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക്. ഇപ്പൊ അത് കളർ ചേഞ്ച് ആയി ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പോൾ ഉള്ള പോലീസ്. എന്താ പെണ്ണുങ്ങളുടെ കുപ്പായ നല്ല രസം കാണാൻ.
ഇതെങ്ങനെയാ ഇതെന്താ ഓ മലേക്ക ആ മലേക്ക മലേക്ക അല്ല അവൻ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് പറഞ്ഞ ഫസ്റ്റ് ആൾക്കാര് അവര് വന്നു അവരെ സ്വീകരിച്ചു അതൊക്കെ ഇതെടുക്കാൻ കഴിയും കേട്ടോ പക്ഷെ ഇതിന്റെ കൊണ്ടാ മര ഇയാളാണ് ഫസ്റ്റ് വന്നിട്ട് മുസ്ലിം കേട്ടോ നമ്മളെ മറ്റേ ഇതില് മറ്റേ ഇയാള് എന്താ വാസ്കോഡ ഗാമ വന്ന പോലെ ഇവിടെ ആദ്യമായിട്ട് വന്നയാളാന്ന് തോന്നുന്നു. അല്ല ഇത് ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ അവര് വെച്ചിട്ടുണ്ട്. കുരുമുളക്, സുഗന്ധ, ബാക്കി ഇതെന്തേ സിനമണ് ഇതൊക്കെ ഇവിടെ നാട്ടിൽ കൊണ്ടൊന്നും ഇങ്ങനെയല്ലിടും. പിന്നെ ഇവിടുത്തെ വെപ്പൺസ് ആണ് കേട്ടോ ഇത്. പണ്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ടൈപ്പ് വെപ്പൺസ് ഒക്കെ. പിന്നെ ഇത് രാജാരവി പറഞ്ഞോ ഇത് ആര്? സുൽത്താൻ. ആ പോലീസിന്റെ സുൽത്താനാണ് മൂപ്പര്. ഇപ്പൊ സിനിമയിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, പഴയ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോർച്ചുഗീസ് ഗണ്ണ്. അപ്പു ആ ഡച്ച് പോലീസുകാരനല്ലേ, രണ്ടുപേരും ഒരേപോലെ ഉണ്ട് കാണാൻ. അപ്പു ഒരേ അയാൾ ഒരേപോലെ ഇരിക്കും. അതേപോലെ കൈ വെക്ക അപ്പു, അയാൾ വെച്ചാല് തൂങ്ങി ഇറങ്ങുന്നത് ഫ്ലൈറ്റിന്ന് ചാടുന്ന അതന്നെ. അതുപോലത്തെ ആക്കി ഡെമോ ചെയ്ത് വെച്ചവർക്ക് മിലിറ്ററിക്കാരുടെ ഇതെല്ലാം. എടാ ക്യാമറ, പഴയ ക്യാമറ അതൊന്ന് നോക്കിട്ട് ഇതാട്ടോ പഴയ കാല ക്യാമറ. ശ്രീകാന്തേട്ടന്റെ ഫോട്ടോ എടുക്കണം. പ്രിന്റ് പിന്നെ തരാട്ടോ, കഴുകിയിട്ട് ഫിലിം കഴുകിയിട്ട് തരാവേ. ഓ ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത്. ജയില് ഇത് ജയില്, ഓരോ ജയിലാണ് കേട്ടോ, തുറക്കാൻ കഴിയില്ല. പോകാം, ഇതിൻ്റെ ഉള്ളിലുണ്ട്. പഴയ വണ്ടികള് പോലീസുകാർ യൂസ് ചെയ്ത വണ്ടികളാണ് ഈ കാണുന്നത്. ഇതാ ബുള്ളറ്റ്. മോനെ ഇതൊക്കെ സൂപ്പർ. പുതിയ പോലീസ് വണ്ടി. ഇത് പഴയതാണ്. എന്താ ഫുൾ തോക്കിന്റെ കളക്ഷനാ. നോക്ക് എത്ര തരം തോക്കുകളാ. ഓ മൈ ഗോഡ്. പബ്ജിയിലെ തോക്ക് പോലെ ഉണ്ട്. പക്ഷെ നോക്ക്, അതെ ബുള്ളറ്റ്സും ഉണ്ട് കേട്ടോ. ബുള്ളറ്റ്സും ഉണ്ട്, തോക്കും ഉണ്ട്. ഇതാ പിസ്റ്റല്. ഓ ഉണ്ട് ഇതാ ഉണ്ടതാ. എന്താലേ ബോംബ് അല്ല ഗ്രനേഡ്. അതൊക്കെ ഫസ്റ്റ് കണ്ടുപിടിച്ചായിരിക്കും ഇവര്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആളൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിക്കാൻ. കത്തിയും തോക്കും കൂടി, കത്തി പോലത്തെ തോക്ക് അല്ല തോക്ക് പോലത്തെ കത്തിയില്ലേ, അങ്ങനെയല്ലേ അല്ലേ? അമ്മ ഭീകരം. വാളുണ്ട്, വാള്. പോലീസുകാരനെ നോക്ക്, അവരുടെ പോലീസുകാരുടെ നേവിന്റെ ഓ വലിയ സാധനങ്ങള്, ബോംബൊക്കെ. പിന്നെ ഇങ്ങനെ അവിടുത്തെ ബാൻഡ് ടീമാ. എനിക്ക് പോകുമ്പോൾ ഓരോരോ ഇതായിരിക്കല്ലേ, മെഡൽസ് ആണിത്, ഓരോരോ മെഡൽസ്.
ഈ സ്റ്റാർ വെച്ചിട്ട് അവർക്ക് ഓരോ റാങ്ക് മനസ്സിലാവുന്നു കേട്ടോ. അതില് ഇൻസ്പെക്ടർ ഫോറസ്റ്റില് ബെല്ലിപ്പോഴും അടിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ ഫോറസ്റ്റ് പോലെയുണ്ട്. ഇത് അവരുപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയോ മെഡിസിൻ, അവർ യൂസ് ചെയ്ത മെഡിസിനാ. ഡെറ്റോളൊക്കെ അന്ന് അപ്പോഴും ഉണ്ട് അല്ലേ, ഡെറ്റോള്. പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ. ഫോണ് വാക്കിട്ടൊക്കെ ഫോണ് കാണാൻ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനത്തെ അതാ ക്യാമറ ഇതാ ട്രൈപോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ കാണാൻ. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോലീസിന് ഇന്ന സ്ഥലത്ത് പോലീസ് മ്യൂസിയം നമ്മൾ കണ്ടു കഴിഞ്ഞു. മലേഷ്യയിലുള്ള നാഷണൽ മോസ്കിലാണ് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ പ്രൈ ടൈം ആയതുകൊണ്ട് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് പുറത്തൊക്കെ കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയുള്ള എല്ലാ പള്ളികളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ബേസിക്കലി വെറുതെ പോവാ, ഫോട്ടോ എടുക്കാ, പോരും, അത്രേ ഉള്ളൂ. വെൻഡിങ് മെഷീൻ മാത്രമേ ഉള്ളൂ, മറ്റേ ഐസ്ക്രീം ഇല്ല. കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോ ചാഹിയേ, ഇവിടെ കോണിന് വ്യത്യാസം ഉണ്ടല്ലേ. കുറിച്ചൂടെ നല്ല മാങ്ങന്റെ ഫ്ലേവർ ഉണ്ട്. നമ്മൾ ഇന്നലെ ഐസ്ക്രീം വാങ്ങിയില്ലേ, അതിനും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നില്ലേ, പാഷൻ ഫ്രൂട്ടിന്റെ. അതേപോലെ തന്നെ നല്ല റിയൽ മാംഗോ. ഇവിടുത്തെ ഫ്രൂട്ട്സിനും ഈ ജ്യൂസിനും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇവര് മധുരം ഒന്നും ആഡ് ചെയ്യുന്നു, ശരിക്കും ആ മാംഗോന്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ആ പുളിയൊക്കെ അതേപോലെ തന്നെയുണ്ട്. മാംഗോ ജ്യൂസ് അതാ ശ്രീകാന്ത. ഏഷ്യയിലെ ലാസ്റ്റ് ഫുഡ്, അത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയുള്ള. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും വേറെ ഫുഡൊന്നും വേണ്ട, കേരള ഫുഡ് മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മളിവിടെ കേരള ഫുഡ് കിട്ടുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. കാരണം ട്രാവൽ ചെയ്യാനൊക്കെ ഇല്ല, ചിലർക്കൊക്കെ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടൊക്കെ വയറ്റിന് അസുഖമൊക്കെ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരള ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ നാടൻ ഫുഡാണ് കഴിക്കുന്നത്. മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. സാമ്പാർ, ഉപ്പേരി, മീൻകറി, ചിക്കൻ. ഈ റൈസ് ഇഷ്ടം. ഈ വൈറ്റ് ഇതിൽ നിന്ന് ക്രാബിനൊക്കെ ഒരു പിടിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയോ ഇല്ലെങ്കിൽ പൊരിച്ചൊക്കെ തരും. മീനും ഉണ്ട് കേട്ടോ, മീനും ഉണ്ട്. അടിയിലൊക്കെ മീനുണ്ട്, വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇവര് തിന്നു. ഇവിടെ കുറേ മസാജ് സെന്റർ ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മളിങ്ങനെ മാടി വിളിക്കും, വരൂ 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 എന്ന് പറഞ്ഞു. റേറ്റ് എത്രയാ? ഒരു മണിക്ക് 70. നോ 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 നോ. അത് വഴി തെറ്റി. അയ്യോ, ഇവിടെ വഴി തെറ്റിപ്പോയി. എങ്ങോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല. എയർപോർട്ടിന്റെ ഉള്ളിലാട്ടോ നമ്മള്. മലേഷ്യൻ എയർപോർട്ടിന്റെ ഉള്ളിൽ ഒരു വലിയ മാളുണ്ട്. ആക്ച്വലി ഇതിന്റെ എൻ്റെ ആയിപ്പോയി, ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് അങ്ങോട്ടേക്ക് ആണ് കേട്ടോ എയർപോർട്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു മാളും. എയർപോർട്ടിൽ വരി വരിയായി നിർത്തിയിട്ടിട്ടുണ്ട് വിമാനങ്ങൾ. ഇവിടെ കുട്ടി കുട്ടി കടകളുണ്ട് കേട്ടോ, കടകൾ. എയർപോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കുറേ നടക്കാനുണ്ട്. വലിയൊരു എയർലൈൻ. എന്ത് രസമാണ്, അതിൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റും. വാവ്, സൂപ്പർ. നമ്മളങ്ങനെ
പോവാണ് കേട്ടോ. മലേഷ്യക്ക് ബൈ ബൈ പറഞ്ഞ് ഫ്ലൈറ്റിലേക്ക് നടക്കുകയാണ്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, രാത്രിയാണൊന്നും കാണാനൊന്നുമില്ല. നോക്കുമ്പോൾ നല്ല രസമാണ്, പ്ലെയിനൊക്കെ കാണാം. പിന്നെ ഇത്തവണ ഈ ചിറകിൻ്റെ തൊട്ടടുത്തല്ല കേട്ടോ, നേരത്തെ ഇതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റിങ് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുകയാണ്. പിന്നെ ഏകദേശം വിമാനം ചേരിയും നല്ല രസമുണ്ട് കാണാം. നമ്മൾ ലാൻഡ് ചെയ്തു. Dear guests, we have just landed at Cochin International Airport. We're seeing you please remain seated until the seatbelts and above is switched off.